ഹായ് ഓൾ നമ്മൾ പുതിയതായിട്ട് ചെയ്യുവാനായിട്ട് പോകുന്ന ഡ്രാമയുടെ പേരാണ് ദ എറ്റിപ്പിക്കൽ ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു കുടുംബം. ഈ ഒരു ഡ്രാമയുടെ കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയിലാകട്ടെ കുറച്ച് സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരുപാട് വർഷമൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ അവർക്കും പല പല കാരണങ്ങളാൽ അവരുടെ സൂപ്പർ പവേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് നായികയും അവരുടെ ഫാമിലിയിലേക്കൊക്കെ കടന്നു വരുന്നത്. അതായത് പണക്കാരായിട്ടുള്ള ഫാമിലിയിലേക്കൊക്കെ വിവാഹം കഴിച്ച് പോയതിനു ശേഷം പിന്നീട് ഹസ്ബൻഡിനെ ട്രാപ്പിലാക്കിയിട്ട് ആ സ്വത്തുക്കളെല്ലാം തന്നെ തട്ടിയെടുക്കുകയാണ് നായികയുടെയും ടീമിന്റെ പ്ലാൻ. അങ്ങനെ അവർ എത്തുന്ന മൂന്നാമത്തെ കുടുംബമാണ് ഇത്. സോ ഈ ഒരു രീതിയിലൊക്കെ കഥ മുന്നോട്ടും പോകുന്നു. നിലവിൽ 8 എപ്പിസോഡ്സ് വരെ ഇത് ഇറങ്ങിയതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെയധികം രസകരമായിട്ടൊക്കെയാണ് കഥയും മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ബോക് ഫാമിലിനെ കാണിക്കുന്നു. അവരാകട്ടെ ബീച്ചിന്റെ ഒക്കെ അടുത്ത് പോയി ഇരിക്കുകയാണ്. മകളായിട്ടുള്ള ഡോഗ്ഹിയുടെ അടുത്ത് അമ്മയും പറക്കുവാനായിട്ടൊക്കെ പറയുമ്പോഴത്തേക്കും അവളും പറക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് അതിന് സാധിക്കുന്നില്ല. അടുത്തതായിട്ട് അമ്മയും മകനായിട്ടുള്ള ഗിജുവിന്റെ അടുത്ത് പാസ്റ്റിലേക്കൊക്കെ പോകുവാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അവനും മദ്യമൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് പേരക്കുട്ടിയായിട്ടുള്ള ഇനയുടെ അടുത്ത് നീ ഇപ്പോൾ മിഡിൽ സ്കൂളിൽ വരെ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ കഴിവൊക്കെ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിൽ പോലും അവളും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇനി അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയും കുറെ കാലമായിട്ട് ഉറങ്ങിയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടിലാണ് ഉള്ളത് എന്നൊക്കെ അച്ഛനും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമ്മയും ഉറങ്ങിയതിന് ശേഷം ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നതാണ്. അങ്ങനെയാണ് അവരുടെ ഫാമിലിയിൽ ഇതുവരെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുമുള്ളത്. പക്ഷെ ഇപ്പോൾ അതിനൊന്നും തന്നെ സാധിക്കാത്തത് കൊണ്ട് തന്നെ അമ്മയും നമുക്ക് എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് വെള്ളത്തിലേക്കൊക്കെ എടുത്തു ചാടുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അമ്മനെ തടയുവാനായിട്ടും ആരും തന്നെ പോകുന്നില്ല. അതൊക്കെ കാണുന്ന അമ്മയും മക്കളെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുകയാണ്. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗിജുവിനെ കാണാതെയാകുന്നത്. ഗിജു പാസ്റ്റിലേക്കൊക്കെ പോയെന്നാണ് അമ്മ വിചാരിക്കുന്നതെങ്കിൽ പോലും പിന്നീടാണ് അവനും വെള്ളത്തിലൊക്കെ മുങ്ങുകയാണെന്നുള്ള കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. അവനും അവന്റെ വൈഫും കൂടി ഒന്നിച്ച് ബീച്ചിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഓർമ്മകളൊക്കെയാണ് ഇപ്പോൾ അവന്റെ ഉള്ളിലേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിനും അവൻ മുങ്ങി മരിക്കുന്നതിൽ നിന്നും അവനെ രക്ഷിക്കുകയാണ്. ഹീറോയിന്റെ പേരാണ് ഡാഹൈ. അവളും അവൻ ആരാണ് എന്താണ് എന്നൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെ രക്ഷിക്കുവാനായിട്ട് കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കുന്നു. പിന്നീട് കണ്ണു തുറക്കുന്ന അവനും അവന്റെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന വൈഫാണ് അതേന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളെയും പോയി ഹഗ് ചെയ്യുകയാണ്. പിന്നീട് അവന്റെ ബോധവും പോകുന്നു. അപ്പോഴായിരുന്നു അമ്മയും അച്ഛനും കൂടി ഓടി അവിടേക്ക് എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നീ എന്തിനാണ് ആത്മഹത്യയൊക്കെ ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അമ്മയും ഗിജുവിന്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ ഗിജു ആകട്ടെ ഞാൻ ആത്മഹത്യ ചെയ്തതൊന്നും ആയിരുന്നില്ല, അത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്നൊക്കെ അവരുടെ അടുത്തും പറയുന്നു. പക്ഷെ അവർ അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഗിജുവിന്റെ മകളാണ് ഇന. ഇനയാകട്ടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഫോണൊക്കെ നോക്കി ഇരിക്കുകയാണ്. അവനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയുടെ അടുത്ത് ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അമ്മയും ഓർക്കുന്നു. ഡാഹയും സ്പായിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. സ്പായിലുള്ള മറ്റുള്ളവർ സംസാരിക്കുന്നതൊക്കെ അവളും കേൾക്കുന്നു. അതായത് അവർ സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം തന്നെ അമ്മേനെ കുറിച്ചൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് ഉറക്കമൊന്നും വരാറേയില്ല. അതുകൊണ്ട് തന്നെ അമ്മേനെ മസാജ് ചെയ്ത് ആരെങ്കിലും ഉറക്കുകയാണെങ്കിൽ അവർക്ക് 1 മില്യൺ ഒക്കെ അമ്മയും നൽകുന്നതായിരിക്കുമെന്നാണ് അവരും പറയുന്നത്. വല്ല ഉറക്കഗുളികയും കഴിച്ചിട്ട് കിടന്നുറങ്ങുവാനായിട്ടുള്ളതിന് അതൊക്കെ കാരണം സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അതുപോലും കഴിക്കാതെയാണ് അവരും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ ഉറക്കുക എന്നൊക്കെ പരസ്പരം ആളുകളും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് മസാജ് ഒന്നും ചെയ്ത് കൊടുക്കുവാനായിട്ട് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിന്മാറി നിൽക്കുന്ന സമയത്താണ് അവിടെ പുതിയതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഡാഹയും അവരെ നോക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറയുന്നത്. ഡാഹയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടീ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്മയ്ക്കും അത് കുടിക്കുവാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ആകട്ടെ അവളും അമ്മയ്ക്ക് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ മൗണ്ടന്റെ മുകളിലും കടലിലുമൊക്കെ പോകാറൊക്കെ ഉണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ നിന്നുമുള്ള പോസിറ്റീവ് എനർജീസ് എല്ലാം തന്നെ എന്റെ ഉള്ളിലേക്കും കയറും. പിന്നീട് ഇവിടെ ഞാൻ ഓരോ ആൾക്കാരെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴും എന്റെ കൈകളിലൂടെ ആ ഒരു പോസിറ്റീവ് എനർജിക്ക് ആളുകളിലേക്കും എത്തുന്നതായിരിക്കുമെന്നൊക്കെയാണ് അവളും അമ്മയുടെ അടുത്തൊക്കെ പറയുന്നത്. അമ്മയ്ക്കും അവൾ മസാജ് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രത്യേകതയൊക്കെ തോന്നുകയാണ്. മാത്രമല്ല തന്റെ ഫാമിലിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നല്ല ഹെൽത്ത് ആണെന്നൊക്കെ അമ്മയും അവളോട് പറയുന്നുണ്ട്. പിന്നീട് കുറെ നേരം കഴിഞ്ഞ് അമ്മ എണീക്കുമ്പോഴത്തേക്കുമാണ് അമ്മയും അവിടെ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന സത്യമൊക്കെ മനസ്സിലാക്കുന്നത്. അമ്മയും കയ്യിലുണ്ടായിരുന്ന പണവുമായിട്ട് മാനേജറുടെ അടുത്ത് ചെന്നതിന് ശേഷം ഡാഹയെ കുറിച്ച് കൂടി ചോദിക്കുകയാണ്. പിന്നീട് ഡാഹ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് തന്റെ മകനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ പെൺകുട്ടി തന്നെ ആണെന്നുള്ള കാര്യമൊക്കെ അമ്മയും മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്മയും അവളോട് ചെന്ന് സംസാരിക്കുകയും കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം തന്നെ അവൾക്ക് നൽകുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവളും പണം മേടിക്കുവാനായിട്ടൊന്നും തയ്യാറായിരുന്നില്ല.
അങ്ങനെ ഇരിക്കാണ് എന്റെ വീട്ടിലേക്കൊക്കെ നീ വരാമോ എന്ന് കൂടി അമ്മ ചോദിക്കുന്നത്. അവളും മൊത്തത്തിൽ മടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അമ്മയും കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ മാനേജർക്കൊക്കെ നൽകി കഴിയുമ്പോഴത്തേക്കും മാനേജറും അവളെ വീട്ടിലേക്കൊക്കെ വിടാമെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ ഡാഹയും വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. വളരെ വലിയൊരു വീടൊക്കെ ആയിരുന്നു അവരുടേതും. ചെറുതായിട്ട് തുറന്നു കിടന്നിട്ടുണ്ടായിരുന്ന മുറിക്കകത്തേക്കൊക്കെ അവൾ നോക്കുമ്പോഴാകട്ടെ പല രീതിയിലുള്ള പുരാതന വസ്തുക്കളും ആ ഒരു റൂമിലും ഉണ്ടായിരുന്നു. പിന്നീട് അമ്മ എത്തിയതിനു ശേഷം ദാഹയിനെ മറ്റൊരിടത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടും പോകുന്നു. കിച്ചുവിനെ കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു അവനും ഉണ്ടായിരുന്നത്. അവളും അടുക്കളയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മദ്യത്തിന്റെ കുപ്പിയുടെ അടപ്പൊക്കെ പൊട്ടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഗിജുവിനെ ആയിരുന്നു അവളും കാണുന്നത്. ഒരുപാട് പ്രയാസപ്പെട്ട് അവനതൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടെ എവിടെയെങ്കിലും ഓപ്പണർ ഒക്കെ ഉണ്ടാകും, നമുക്ക് അത് വെച്ച് തുറക്കാമെന്നൊക്കെ അവളും പറയുന്നു. അവനും അത് തപ്പുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരുപാട് തപ്പിയിട്ടും അവനത് കിട്ടാതെ വരുമ്പോഴത്തേക്കും നിരാശപ്പെട്ട് അവൻ മടങ്ങിയൊക്കെ പോകുകയും അതുപോലെ തന്നെ അവൾ പറയുന്ന ഒരു കാര്യങ്ങൾ അവൻ കേൾക്കാതെയും കൂടി ഇരിക്കുന്നതും കൂടി കാണുമ്പോഴത്തേക്കും അവളും ഒരു ട്രിക്കൊക്കെ അവന്റെ അടുത്തും പ്രയോഗിക്കുന്നു. അതായത് അവളും അവിടെ ഉണ്ടായിരുന്ന കുപ്പിയൊക്കെ നൈസായിട്ട് താഴേക്കൊക്കെ ഇടുകയാണ്. അങ്ങനെ അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ഒരു കുപ്പിയും പൊട്ടുന്നു. അവനും മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അനങ്ങുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളും അവനെ അവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. പിന്നീട് അവിടെ എത്തുന്ന അമ്മയാകട്ടെ ഇവളാണ് നിന്നെ ബീച്ചിൽ നിന്ന് രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് കിച്ചുവിന്റെ അടുത്ത് ടാഹിനെ പരിചയപ്പെടുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീ നിനക്ക് ആവശ്യമുള്ള പണമൊക്കെ നൽകുന്നതായിരിക്കും, അത് മേടിച്ച് എത്രയും വേഗം ഇവിടെ നിന്ന് പൊക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചുവും ദേഷ്യപ്പെട്ടൊക്കെ അകത്തേക്ക് കയറി പോകുന്നു. ഡാഹയും കയ്യിലുണ്ടായിരുന്ന ടീക്ക് അകത്തേക്ക് കുറച്ച് ഓർക്കുഗുളികൊക്കെ പൊടിച്ചത് കൂടി ആഡ് ചെയ്യുന്നു. മാത്രല്ല അപ്പോഴേക്കും ഡാഹയുടെ അടുത്തൂടെ എന്തോ ഒന്ന് പോകുന്നതായിട്ടൊക്കെ അവൾക്കും തോന്നുന്നു. പിന്നീട് അവളും അതൊന്നും തന്നെ കാര്യമാക്കാതെ അമ്മയ്ക്ക് മസാജ് ചെയ്തൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴാകട്ടെ അമ്മയും അവളും കൂടി കുറച്ചു നേരമൊക്കെ സംസാരിക്കുന്നു. അവൾക്ക് ഫാമിലി ആയിട്ട് ആരും തന്നെ ഇല്ല എന്നും അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതായിരുന്നു എന്നും താൻ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു വിവാഹം ഒന്നും തന്നെ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുമൊക്കെ അവളും പറയുന്നു. അതായത് അവൾ ഇതിനു മുമ്പ് 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുകയാണ്. ആദ്യത്തെ ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട് അവൾ എത്തിയ സമയത്ത് ഹസ്ബൻഡും തന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ ഹസ്ബൻഡ് മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളായി മാറുമെന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് മദ്യപിച്ചതിനെ കുറിച്ചും പിന്നീട് അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചതിനെ കുറിച്ചും അവളും പറയുന്നു. ഒരു ഫാമിലിയൊക്കെ ഉണ്ടാക്കണമെന്ന ആഗ്രഹം കൊണ്ടായിരുന്നു ഞാൻ 2 തവണയൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ടും ഒരു ഫാമിലി ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിക്കുമ്പോഴത്തേക്കും എന്റെ മകനായിട്ടുള്ള ഗിജു അവന്റെ 20കളിൽ വിവാഹമൊക്കെ കഴിച്ചതാണ്. പക്ഷെ ഫാമിലി ഒന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവന്റെ വൈഫും ഒരു കാർ ആക്സിഡന്റിലൊക്കെ ഒരുപാട് വർഷം മുമ്പേ മരിച്ചും പോയി. ഇതുവരെയായിട്ടും അവനും അവന്റെ പ്രണയത്തെ ഒന്നും മറന്നിട്ടില്ല. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവനും ജീവിക്കുന്നതെന്നൊക്കെ അമ്മയും പറഞ്ഞു കൊടുക്കുന്നു. അച്ഛനും ടാഹായി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വേണ്ടി ഒരു ക്ലയന്റ് ഒക്കെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അവൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പോയെന്നാണ് അമ്മയും അച്ഛന്റെ അടുത്തൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഡാഹായി യഥാർത്ഥത്തിൽ ക്ലയന്റിനെ കാണുവാനായിട്ടായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ കാണിക്കുന്നത്. പബ്ലിക് ബാത്ത് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു അവളും എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗിജുവിന് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയതുപോലെ തന്നെ അവളുടെയും വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ ഇല്ലാതായതാണെന്നൊക്കെ അമ്മ പറയുമ്പോഴാകട്ടെ പബ്ലിക് ബാത്തിലൊക്കെ എത്തിയതിനു ശേഷം അതൊക്കെ നടത്തുന്ന സ്ത്രീനെ അവൾ അമ്മ എന്നൊക്കെ വിളിക്കുന്നതും കേൾപ്പിക്കുന്നു. അവൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെയാണ് ഏറ്റവും ഇഷ്ടമെന്നൊക്കെ അമ്മ പറയുമ്പോഴാകട്ടെ യഥാർത്ഥത്തിൽ കുക്ക് ചെയ്യുവാൻ പോലും പേടിയായിട്ടാണ് അവൾ ഇരിക്കുന്നതെന്നൊക്കെ കാണിക്കുന്നത്. അതായത് ഗ്യാസ് ഒക്കെ കത്തിക്കുവാനായിട്ട് ശ്രമിക്കുവാൻ പോലും അവൾക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നൂഡിൽസ് പോലും ഉണ്ടാക്കാതെ അവളും കയ്യിലുണ്ടായിരുന്ന നൂഡിൽസ് ഒക്കെ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നു. പാസ്റ്റിൽ അവളെ ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ മറന്ന് പുതിയൊരു ഫാമിലിയൊക്കെ തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവളും ജീവിക്കുന്നത്. അമ്മയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉറങ്ങിയും പോകുന്നു. ഡാഹയുടെ കയ്യിലാകട്ടെ അവരുടെ ഫാമിലി റിംഗ് ഒക്കെ കിടക്കുന്നതായിരുന്നു പിന്നീട് അമ്മയും സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മയും കണ്ണൊക്കെ തുറന്നതിന് ശേഷം കുറെ കാലം കൂടി ഞാനും ഒരു സ്വപ്നമൊക്കെ കണ്ടു. നമ്മുടെ ഫാമിലി റിംഗ് ഒക്കെ ഡാഹയുടെ കയ്യിൽ കിടക്കുന്നതായിരുന്നു ആ ഒരു സ്വപ്നം. നമ്മുടെ ഫാമിലിനെയൊക്കെ രക്ഷിക്കുവാനായിട്ട് നമ്മുടെ പവേഴ്സ് എല്ലാം തന്നെ തിരികെ കൊണ്ടുവരാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ദേവതയായിട്ടാണ് എനിക്കും അവളെ തോന്നുന്നതെന്നൊക്കെ അമ്മയും അച്ഛനോട് പറയുന്നു. ഇപ്പോൾ ഗിജുവിനെ കാണിക്കുകയാണ്. ഗിജു ആകട്ടെ ഇനയുടെ റൂമിന്റെ ഡോറിനൊക്കെ കൊട്ടിയിട്ട് നിനക്ക് ഈ ശനിയാഴ്ച എന്തെങ്കിലും ആവശ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് അത് പറയുവാനായിട്ട് മടിക്കണ്ട, ഞാനും അതൊക്കെ മേടിച്ചു തരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു. പിന്നീട് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ഇനിയും റൂമിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യമൊക്കെ അറിയുന്നത്. അവർ അച്ഛനും മകളും ഒക്കെ ആണെങ്കിൽ പോലും അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ഗിജുവും അന്ന് ഞാൻ വെള്ളത്തിലേക്ക് വീണു പോയതായിരുന്നു എന്നൊക്കെ അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവളും ഒരു ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് റൂമിന്റെ അകത്ത് കയറി ഡോറും അടയ്ക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.